ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്റ്റഡി വിത്ത് Z സ്ക്വയറിലേക്ക് സ്വാഗതം. BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റ് ദ ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എ ഗ്ലോബൽ വില്ലേജ്. ഈ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതെന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയുന്നത് നോക്കിയേ. ഈ ഇൻട്രൊഡക്ഷൻ്റെ ഈ ഭാഗം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ച് നോക്കുക കേട്ടോ. ഞാൻ എന്താണ് ആ പാരഗ്രാഫുകളിൽ പറയുന്നതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ നമ്മളൊരു 100 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഗ്രാമത്തിലോ അല്ലെങ്കിൽ നഗരത്തിലോ വൈദ്യുതി, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ലൈറ്റോ ഉണ്ടാകുമായിരുന്നോ? അതുപോലെ തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യും ആ ടൈമിൽ? ഓയിൽ ലാമ്പുകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുക? അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള വാർത്തകൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ലോകം എത്ര വലുതായിരിക്കും അല്ലേ? അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. Have you ever thought what it would be like if you had lived 100 years ago? Okay, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ്? What technology has done for us is to shrink our world. അപ്പോൾ നമുക്ക് എന്താണ് ഈ സാങ്കേതിക വിദ്യകളൊക്കെ എന്താ ചെയ്തത്? നമ്മുടെ ലോകത്തെ എന്താക്കുകയാണ്? ഷ്രിങ്ക് ചെയ്യുക, ചുരുക്കുകയാണ് ചെയ്തത്. കാരണം ഇന്നെന്താണ് നമ്മുടെ കൈത്തുമ്പിൽ തന്നെ എല്ലാ ന്യൂസും ലഭിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നോ? നമ്മൾ മറ്റുള്ളവരുമായി ബന്ധം വെച്ചിട്ട് നമുക്ക് ഒരുപാട് പേരെ അറിയാമായിരുന്നു അല്ലേ? ഇന്നിപ്പോൾ ആ ഫോണ് എല്ലാ ടെക്നോളജീസും കാരണം നമ്മളുടെ ലോകം ചുരുങ്ങിയിരിക്കുകയാണ്. അതാണ് ആ പറയുന്നത് കേട്ടോ. വാട്ട് ടെക്നോളജി ഹാസ് ഡൺ ഫോർ അസ് ഈസ് ടു ഷ്രിങ്ക് അവർ വേൾഡ്. വി ട്രാവൽ ബൈ എയർ റാദർ ദൻ ബൈ ബുള്ളോ കാർട്ട്. പണ്ട് ബുള്ളോ കാർട്ടിൽ പോയിരുന്നവർ ഇന്നെന്താണ് എയറിലൂടെ പറക്കുകയാണ് അല്ലേ? വി ഹാവ് ദ ടെലഫോൺ. നമുക്ക് എന്തൊക്കെയുണ്ട്? ടെലഫോൺ, ദ റേഡിയോ ആൻഡ് ദ ടെലിവിഷൻ വൈ സാറ്റലൈറ്റ് അലോവിങ് ഫോർ ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ അക്രോസ് ദ ഗ്ലോബ്. ലോകമെമ്പാടുമുള്ള ജനങ്ങളുമായി സംസാരിക്കാൻ സാറ്റലൈറ്റ് വഴി എന്തൊക്കെയുണ്ട്? നമുക്ക് ടെലഫോണുണ്ട്, റേഡിയോ അവൈലബിൾ ആണ്, ടെലിവിഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ വി ഹാവ് ഇമെയിൽ ആൻഡ് ഇൻ്റർനെറ്റ്. അതുപോലെ നമുക്ക് എന്തുണ്ട്? ഇമെയിൽ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, ഒക്കെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അവൈലബിൾ ആണ്. പണ്ട് അങ്ങനെയായിരുന്നോ? നമ്മളൊരു മരണവാർത്ത അറിയിക്കണമെങ്കിൽ തന്നെ എത്രയോ ദൂരം നടന്ന് വേണം പോകാൻ അല്ലേ? ആ ഒരു കാലമൊക്കെ മാറി. ഇപ്പോൾ എന്താണ്? വി ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ ദ പീപ്പിൾ ഇൻ എവരിവെയർ. ഓക്കെ, ഇനി പറയുന്നത് എ പേഴ്സൺ ഹാസ് മാജിക്കലി ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ ഏർലി 20th century to the early 21st century would be puzzled and quite lost in our world. അപ്പം എന്താണ്? നമ്മൾ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 21ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഒരു പ്രത്യേക മാന്ത്രികമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് അല്ലേ? ഈ ഒരു ലോകത്ത് എന്തൊക്കെയാണ് അമ്പരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. നമുക്ക് ഒരുപാട് നമ്മുടെ കൾച്ചേഴ്സ് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതിലുപരി നമുക്ക് എന്താണ് 20th സെഞ്ച്വറിയിൽ നിന്ന് 21st സെഞ്ച്വറിയിലേക്ക് വന്നപ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. In this unit, we shall think about the technology that has changed our world and about how it has done so. ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം ടെക്നോളജീസാണ് ലോകത്തെ മാറ്റിമറിച്ചത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ചേഞ്ചസ് ഒക്കെ വന്നത്, ഹൗ ഇറ്റ് ഹാസ് ഡൺ സോ, എങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. വി ഷാൽ സീ ദാറ്റ് ഇൻ ദ പാസ്റ്റ് 150 years of technological changes have been much more rapid than any time in the history of humankind. കഴിഞ്ഞ 180 വർഷത്തിനിടയിൽ ഈ ടെക്നോളജീസിൽ വന്ന മാറ്റങ്ങളുണ്ടല്ലോ, അതെന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഏത് സമയത്തേക്കാളും വളരെ വേഗതയേറിയതാണെന്ന് നമുക്ക് കാണാം. എത്രയോ പെട്ടെന്നാണ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു കഴിഞ്ഞ 180 വർഷത്തിനിടയിൽ. അതാണ് പറയുന്നത് കേട്ടോ.
അതിന് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് as our means of communication have changed, our communication needs have changed as well. നമ്മുടെ ആശയവിനിമയ മാർഗങ്ങൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് മാറിയത് കൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയവിനിമയ ആവശ്യങ്ങളും മാറി. അതാണ് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നീഡ്സും അതുപോലെ തന്നെ ചേഞ്ച് ചെയ്തു. വി നൗ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ all across the world whose language and culture may be quite different than our own. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ലോകമെമ്പാടുമുള്ള ആളുകളുമായി നമുക്ക് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്, നടത്തേണ്ടതുണ്ട്. പക്ഷേ അവരുടെ ഭാഷയോ സംസ്കാരമോ അവരുടെ ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ കൾച്ചറോ നമ്മുടേതിനേക്കാൾ തികച്ചും എന്താണ്, വ്യത്യസ്തമാണ്. അതാണ് ആ ലൈന് പറയുന്നത്. We can no longer remain locked with a society and culture that we know or grew up in. We have to engage with new ways of living and seeing and think of how best to integrate our lives into their larger world. നമുക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ വളർന്നതോ ആയ ഒരു സമൂഹത്തിൽ നമുക്ക് ലോക്കായി നിൽക്കാൻ സാധിക്കില്ല. അവിടെ തന്നെ ലോക്കായി നിന്നുകൊണ്ട് തുടരാനാവില്ല. നമ്മൾ പുതിയ ജീവിത രീതികളും അതുപോലെ കാഴ്ചകളിലും ഏർപ്പെടേണ്ടതുണ്ട്. ഈ വലിയ ലോകത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സമന്വയിപ്പിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അതാണ് ആ ലൈനിൽ പറയുന്നത്. ടുഡേ ആഫ്റ്റർ മോർ ദാൻ എ സെഞ്ചുറി ഓഫ് ഇലക്ട്രിക് ടെക്നോളജി we have extended our central nervous system itself in a global embrace, abolishing both space and time as far as our planet is concerned. ഇന്ന് ഒരു നൂറ്റാണ്ടിലേറെയായി വൈദ്യുത സാങ്കേതിക വിദ്യയ്ക്ക് ശേഷം, അതാണ് പറയുന്നത് ഇലക്ട്രിക്കൽ ടെക്നോളജിക്ക് ശേഷം, ആഫ്റ്റർ മോർ ദൻ എ സെഞ്ചുറി ഓഫ് ഇലക്ട്രിക് ടെക്നോളജി വി ഹാവ് എക്സ്റ്റെൻഡഡ് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ആഗോളതലത്തിൽ ആലിംഗനം ചെയ്തു. പിന്നെ പറയുന്നത് എന്താണ്, നമ്മുടെ ഗ്രഹത്തെ അതുപോലെ നമ്മുടെ സ്പേസ് ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥലവും സമയവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇത്രയുള്ള ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ചുരുക്കി ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്നോളജീസിനെ കുറിച്ച്, നമ്മുടെ ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കൂ. എ ഗ്ലോബൽ വില്ലേജ്. ഇറ്റ് വാസ് മാർഷ്യൽ മക്ലുഹാൻ ഹു കോയിൻഡ് ദ ടേം ദ ഗ്ലോബൽ വില്ലേജ്. മാർഷ്യൽ മക്ലുഹാൻ എന്ന് പറയുന്ന ഒരു തത്വചിന്തകനാണ് ദ ഗ്ലോബൽ വില്ലേജ് എന്ന പദം സമ്മാനിച്ചത്. ഓക്കെ, ആഗോള ഗ്രാമം എന്ന പദം ഉപയോഗിച്ചത്. മക്ലുഹാൻ ഹു ഡൈഡ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് 1980 on December 31st has been called the most celebrated English teacher of the 20th century. അപ്പോൾ ഈ മാർഷ്യൽ മക്ലുഹാൻ എന്താണ്, ഡിസംബർ 31 1980 അവസാന ദിവസം ഡിസംബർ 31 അന്തരിച്ചത്. അന്നത്തെ ഇദ്ദേഹത്തെ എന്താണ് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ ഇംഗ്ലീഷ് അധ്യാപകൻ എന്നാണ് വിളിക്കുന്നത്. അതാണ് പറയുന്നത് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ഇംഗ്ലീഷ് ടീച്ചർ ഓഫ് 20th century. അതാണ് മക്ലുഹാൻ. ദിസ് കനേഡിയൻ വാസ് എ പ്രൊഫസർ. അദ്ദേഹം ഒരു കനേഡിയൻ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ പ്രൊഫസറാണ്. അതുപോലെ തന്നെ ബട്ട് ഹി വാസ് ആൾസോ എ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആൻഡ് ഫിലോസഫർ. അദ്ദേഹം ഒരു തത്വചിന്തകനുമാണ്, കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റുമാണ്. പിന്നെയോ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറുമാണ്, ലിറ്ററേച്ചർ പ്രൊഫസറുമാണ് ഈ മക്ലുഹാൻ എന്ന് പറയുന്ന കനേഡിയൻ ആള്. ഓക്കെ, ഇനി പറയുന്നത് വാട്ട് ഡിഡ് ഹി മീൻ ബൈ ദ ഗ്ലോബൽ വില്ലേജ്. എന്താണ് അദ്ദേഹം ഗ്ലോബൽ വില്ലേജ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? മക്ലുഹാൻ വാസ് റെഫറിങ് ടു എ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ വയേർഡ് വേൾഡ്. അദ്ദേഹം എന്താണ്, ഒരു വയേർഡ് ലോകം അല്ലെങ്കിൽ വയേർഡ് വേൾഡ് സൃഷ്ടിക്കുന്ന ഒരു ആശയവിനിമയ സ്ഫോടനത്തെക്കുറിച്ചാണ് മക്ലുഹാൻ പരാമർശിച്ചിട്ടുള്ളത്. അവർ വേൾഡ് ഈസ് നൗ interconnected by the instantaneous flow of information between any 2 points on the globe, however distant or remote. അപ്പം വിദൂരത്തോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തോ ആണെങ്കിലും ലോകത്തിലെ ഏതൊരു 2 പോയിന്റുകൾ തമ്മിലുള്ള
ആ ഒരു ടൈമിൽ തലക്ഷണ വിവരങ്ങളുടെ ഒഴുക്ക് എന്ന് പറയും. ആ ഒരു ടൈമിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ന്യൂസുകളുടെ ഒഴുക്ക് നമ്മുടെ ലോകം ഇപ്പോൾ എന്താണ് പരസ്പരം ഈ ഒരു കാരണത്താൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഏതൊരു പോയിന്റിലായിരിക്കട്ടെ, ഏതൊരു രാജ്യത്തായിരിക്കട്ടെ, ഒരു നിമിഷം കൊണ്ട് നമുക്ക് തമ്മിൽ നമ്മുടെ ന്യൂസ് കൈമാറാവുന്നതാണ്. Events in one part of the world can be experienced from other parts of they happen in real time. So, our world of experience has the immediacy of life in a village, except that our village is now the entire world. ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് എന്ത് സംഭവിക്കുകയാണെങ്കിലോ അത് നമുക്ക് തത്സമയം ആ സംഭവിക്കുമ്പോൾ തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് നമുക്കത് അനുഭവിക്കാൻ കഴിയും, നമുക്കത് വാച്ച് ചെയ്യാൻ കഴിയും. നമ്മുടെ വില്ലേജ്, നമ്മൾ താമസിക്കുന്ന ഗ്രാമം മാത്രമല്ല നമ്മുടെ ലോകമെന്ന് പറയുന്നത്. നമുക്ക് ഏത് തന്നെ ആകട്ടെ, ഏതൊരു രാജ്യത്ത് തന്നെ സംഭവിക്കുന്നതാകട്ടെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ വാച്ച് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലോ ഒക്കെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയോ നമുക്ക് ഏതൊരു ടൈമിലും ടെലിവിഷനിൽ നിന്ന് തത്സമയം ആ ഒരു സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ വാച്ച് ചെയ്യാൻ സാധിക്കും. അതാണ് അവിടെ പറയുന്നത്. ഹാവ് യു എവർ വാച്ച്ഡ് എ ക്രിക്കറ്റ് മാച്ച് ഓർ എ ഫുട്ബോൾ ഗെയിം ദാറ്റ് വാസ് happening in some other part of the world such as Australia, Germany or the West Indies live? That is, as it was happening on television. ആണല്ലേ, നമുക്ക് അത് ലൈവായിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാംസ് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇനി ആക്ടിവിറ്റികളാണ് തന്നിട്ടുള്ളത്. ആസ്ക് ആൻ ഓൾഡർ പേഴ്സൺ ഇൻ ദ ഹൗസ് ഇഫ് ദേ റിമെമ്പർ എ ടൈം when they waited for the next day's newspaper to find out what had happened in a game abroad. അബ്രോഡിൽ നടന്നിട്ടുള്ള ഗെയിം എന്ത് സംഭവിച്ചു എന്നറിയാൻ പിറ്റേ നേരത്തെ ന്യൂസ് പേപ്പർ വെയിറ്റ് ചെയ്തിരുന്നതായിട്ട് ഓർമ്മയുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾഡർ പേഴ്സൺസിനോട് അന്വേഷിക്കുക. ഓക്കെ, ചോദിച്ചു നോക്കുക. അവർ ഓർത്തെടുക്കുന്നുണ്ടോ, അവർക്ക് അങ്ങനെ സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നോക്കുക. Have you ever used a cell phone to speak to your friend or relative from another country or from a train or an airport? അതൊക്കെ നമുക്ക് യൂഷ്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ വേറൊരു രാജ്യത്തേക്ക് ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ ട്രെയിനിൽ പോകുമ്പോൾ വിളിക്കുക, എയർപോർട്ടിൽ നിന്ന് വിളിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, ഫോൺ വിളിക്കുന്നതൊക്കെ. ഈ ആക്ടിവിറ്റി 2 ഇതുപോലെ തന്നെ പറയുന്നത്, നമ്മൾ ഒരു ന്യൂസ് ഒരു ടെലഫോൺ വിളിക്കുന്നതൊക്കെ കോസ്റ്റ്ലി ആയ ടൈമിൽ നമ്മൾ ടെലഗ്രാം അയക്കും. ചിലപ്പോൾ ബാഡ് ന്യൂസസൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അർജൻറ്റ് ന്യൂസ് അറിയിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെലഗ്രാം അയക്കും. നമ്മൾ എന്നല്ല, നമ്മുടെ പൂർവാധികർ അല്ലെങ്കിൽ നമ്മുടെ പഴയ ജനറേഷൻസ് ഓക്കെ, അവരെന്ത് ചെയ്യും, അവരുടെ കാലത്ത് അങ്ങനെയായിരുന്നു. അവരുടെ കാലത്ത് ടെലഫോൺ എന്ന് പറയുന്നത് ഹൈലി കോസ്റ്റ്ലി ആയിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരുടെ ചെറിയ മക്കളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ചെക്ക് ദ പ്രോഗ്രസ് 1. ഹു വാസ് മാർഷൽ മക്ലുഹാൻ? വൈ ഡിഡ് ഹി സേ ദ വേൾഡ് ഈസ് നൗ എ ഗ്ലോബൽ വില്ലേജ്? എന്താണ് ആൻസർ പറയാം. ആരാണ് മാർഷൽ മക്ലുഹാൻ എന്ന് പറയുന്നത് എ കനേഡിയൻ, വാസ് എ പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എ ഫിലോസഫർ ആൻഡ് എ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ്. മാർഷൽ മക്ലുഹാൻ എന്ന് പറയുന്ന ആൾ ഒരു കനേഡിയൻ പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, ഒരു ഫിലോസഫറാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റുമാണ്. He noticed that our world is now interconnected by the instantaneous flow of information between any 2 points on the globe, however distant or remote. Events in one part of the world can be experienced from other parts as they happen in real time. So our world of experience has the immediacy of life in a village, except that our village is now the entire world. ഇതുപോലെ തന്നെ എഴുതണം എന്നില്ല. ക്വസ്റ്റ്യൻസ് ഇതുപോലെ എന്താണ് മാർഷൽ മക്ലുഹാൻ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണെന്ന് എഴുതണം എന്നില്ല. അപ്പോൾ ഇത് എന്താണ് ചുരുക്കി പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു പോയിന്റിൽ നിന്നും ലോകത്തിലെ വേറെ ഏതൊരു പോയിന്റിലേക്കും എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാം, കൈമാറാം. അതാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ആൻഡ് അറഡസ് ജേർണി ജസ്റ്റ് ഓവർ 100 years ago. For many of you,
It may be difficult to imagine a time when a letter took 3 weeks to travel from India to Britain by sea. If we go back to the 19th century, we find that 3 weeks 21 days were once required for a journey from Tiruchirappalli, Tiruchirappalli, okay, or Tiruchi in Tamil Nadu to വിശാഖപട്ടണം വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇമേജിൻ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു ലെറ്റർ സീ വഴി ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എത്തണമെങ്കിൽ ഒരു ലെറ്റർ 3 ആഴ്ച എടുക്കുമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ 19th സെഞ്ച്വറിയിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ആഴ്ച എടുക്കണം ഒരു ലെറ്റർ തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്ടിലുള്ള തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലുള്ള വിശാഖപട്ടണം എന്ന സ്ഥലത്തേക്ക് 19th സെഞ്ച്വറിയിൽ എത്തണമെങ്കിൽ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് സീ വഴി ആണെങ്കിൽ 3 ആഴ്ച എടുക്കണം ഒരു ലെറ്റർ എത്തണമെങ്കിൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് ഒരു ലെറ്റർ എത്തണമെങ്കിൽ തന്നെ അന്ന് 19th സെഞ്ച്വറിയിൽ എത്ര ദിവസം എടുത്തിരുന്നു? 3 ആഴ്ച എടുത്തിരുന്നു. In 1892, the grandfather of the astrophysicist S. Chandrasekhar performed just such a journey. You may know that S. Chandrasekhar is the person who formulated the Chandrasekhar limit that led to the discovery of neutron stars and black holes. Chandrasekhar's uncle was Sir C.V. Raman. Chandrasekhar's biographer Kameshwar K. Wali tells us. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ചന്ദ്രശേഖർ 1892 ജ്യോതിശാസ്ത്രജ്ഞനായ എസ് ചന്ദ്രശേഖർ, ഓക്കെ, ആസ്ട്രോഫിസിസ്റ്റാണ് ഈ എസ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞൻ എന്ന് പറയും. അവരുടെ ഗ്രാൻഡ് ഫാദർ ഇതുപോലൊരു ജേണി നടത്തി. ഇനി ആരാണ് എസ് ചന്ദ്രശേഖർ? അദ്ദേഹമാണ് ന്യൂട്രോൺ സ്റ്റാർസിൻ്റെയും ബ്ലാക്ക് ഹോൾസും ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചന്ദ്രശേഖർ ലിമിറ്റ് എന്നത് ഫോർമുലേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ C.V. രാമന് അദ്ദേഹത്തിൻ്റെ അങ്കിളായിരുന്നു. അപ്പോൾ ഈ ചന്ദ്രശേഖറിൻ്റെ ബയോഗ്രാഫറായിട്ടുള്ള കാമേശ്വർ കെ വാലി പറയുന്നത് നോക്കാം. They first had to go out of their way to Gundakal in order to take the train to Baswada, Vijayawada. Then they travelled by construction train and canal boats to Rajamundry. Finally they rode for 4 days in a cart pulled by bullocks to reach destination. അപ്പോൾ ചുരുക്കി എന്താ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ കാലത്ത് അത്രത്തോളം ടൈം എടുത്തിരുന്നു. 19th or 20th സെഞ്ച്വറിയുടെ ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു യാത്ര നമ്മുടെ ഉപ്പമാരൊക്കെ അല്ലെങ്കിൽ മുത്തച്ഛന്മാരൊക്കെ പോയിരുന്ന് നടന്നിട്ടോ അല്ലെങ്കിൽ ബുള്ളോ കാട്ടിൻ്റെ വണ്ടിയിലൊക്കെയാണ്. ഇന്നിപ്പോൾ അങ്ങനെയാണോ? അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കപ്പലിൽ വഴിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, പ്ലെയിനിൽ വഴിയാണ് അല്ലേ. എത്ര സ്പീഡിലാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എസ് ചന്ദ്രശേഖർ എന്നിവരുടെ ഗ്രാൻഡ് ഫാദറിന് യാത്ര നടത്തേണ്ടി വന്നു. അവർ ബസ്വാഡയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഗുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ട്രെയിൻ എടുത്തു. ദേ വാസ് ഹാഡ് ടു ഗോ ഔട്ട് ദെയർ വേ ടു ഗുണ്ടക്കലിലേക്ക് എത്തിയിട്ടാണ് അവർക്ക് ട്രെയിൻ കിട്ടിയത്. ടു ടേക്ക് ദ ട്രെയിൻ ടു ബസ്വാഡ എന്ന് പറയുന്ന വിജയവാഡ, അവിടേക്ക് പോകാൻ വേണ്ടി ഗുണ്ടക്കലിന് ട്രെയിൻ എടുത്തു. ദെൻ ദേ ട്രാവൽഡ് ബൈ കൺസ്ട്രക്ഷൻ ട്രെയിനിലും അതുപോലെ തന്നെ കനാൽ ബോട്ട്സിലൊക്കെ ട്രാവൽ ചെയ്ത് രാജമുണ്ട്രി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പിന്നെയും 4 ദിവസം ബുള്ളോക്കാട്ടിലൊക്കെ നിന്നിട്ടാണ് അവരുടെ ഡെസ്റ്റിനേഷനിൽ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. അത്രത്തോളം എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ കാലത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, he then tells us at that time the railroads were just being built. The very next year Chandra's father could join them in one day. So you see how dramatically the railways have altered our world. Although today we think of a journey by train as slow way of traveling. പിന്നെ അദ്ദേഹം പറയാണ് അറ്റ് ദാറ്റ് ടൈം ദ റെയിൽവേ റോഡ്സ് ജസ്റ്റ് ബീൻ ബിൽഡ്. അപ്പോൾ ആ ടൈമിൽ റെയിൽ റോഡ്സ് ജസ്റ്റ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ളായിരുന്നു. വേറൊരു ദിവസം തന്നെ അദ്ദേഹം അതിൽ ജോയിൻ ചെയ്ത് കാണും, പെട്ടെന്ന് സ്പീഡപ്പ് ആക്കി. അപ്പോൾ ഇപ്പോൾ എന്താണ് ശരിക്കും പറയുന്നത് വെച്ചാൽ അപ്പോൾ റെയിൽവേ വന്നത് എത്രത്തോളം ഉപകാരമായി എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കേസിൽ റെയിൽവേ എന്താണ് സ്ലോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ട്രാവൽ ഫ്രം തിരുച്ചി ടു വിജയവാഡ ഇൻ 1892 ആൻഡ് വൈ?
അപ്പോൾ എന്താണ് ആൻസർ എഴുതാൻ പറ്റുക? ഇറ്റ് ടുക്ക് 3 weeks to travel from തിരുച്ചി ടു വിജയവാഡ അല്ലേ. ഇൻ 1892 ബിക്കോസ് ദർ വെർ നോ ഡയറക്റ്റ് ട്രെയിൻ. എന്താണ് അന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിൻ ഇല്ല. അതുപോലെ ബിറ്റ്വീൻ ദീസ് പ്ലേസസ് പീപ്പിൾ ഫസ്റ്റ് ഹാഡ് ടു ഗോ ഔട്ട് ഓഫ് ദെയർ വേ ടു ഗുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആദ്യം പോകണം. ദെൻ ദേ ട്രാവൽഡ് ബൈ കൺസ്ട്രക്ഷൻ ഡേ. പിന്നെ കൺസ്ട്രക്ഷൻ ഡേയിലും അതുപോലെ തന്നെ കനാൽ ബോട്ട്സിൽ കയറി ടു രാജമുണ്ട്രിയിൽ എത്തണം. പിന്നെയും 4 ദിവസം എന്താണ് ബുള്ളോ കാർട്ടിൽ പോയാൽ മാത്രമേ എന്താണ് അവിടെ എത്തുള്ളൂ. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആസ് എ ഡേ ഇൻ അവർ ലൈഫ്സ്. The communication facilities that we take for granted today actually represent a very recent achievement in the history of humankind. ഇന്ന് നാം കണക്കിലെടുക്കുന്ന അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ആശയവിനിമയ സൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യ രാശിയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പുതിയ നേട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, ഫെഡറിക് വില്യംസ് അവരുടെ ഒരു എസ്സേ ദ 360 സെഞ്ച്വറി ഡേ എന്ന ഒരു എസ്സേയിൽ ഇത് ഇപ്പോൾ അടുത്ത ജസ്റ്റ് റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് ഡ്രാമാറ്റിക്കലി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കൂ, ലെറ്റസ് സപ്പോസ് ദാറ്റ് ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ബീങ് ബിഗിൻസ് അറൗണ്ട് 360 സെഞ്ച്വറി എഗോ. എന്താണ് മനുഷ്യരുടെ സാംസ്കാരിക ചരിത്രം ആരംഭിക്കുന്നത് 360 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്ന് നമുക്ക് അറിയാം. Okay, biologically, of course, human beings or Homo sapiens are thought to have evolved much earlier. എന്താണ് ബയോളജിക്കലി ആയിട്ട് ഹ്യൂമൻ ബീങ്സോ അല്ലെങ്കിൽ ഹോമോ സാപ്പിയൻസോ ആണ് ആദ്യമായി എന്താണ് പറയുക മലയാളത്തിൽ പരിണമിച്ചു എന്ന് കരുതപ്പെടുന്നത്. അതും 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ തന്നെ 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആഫ്രിക്കയിൽ അതൊക്കെ സ്പ്രെഡ് ഔട്ട് ചെയ്തത്. ബട്ട് ഫ്രം അറൗണ്ട് 34,000 BCE to 10,000 BCE, we find Homo sapiens making the cave painting found in France, Italy and Spain and in parts of India such as Bimbeta near Bhopal. 34,000 BC തൊട്ട് 10,000 BC വരെ ആ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ ഹോമോസാപ്പിയൻസ് കേവ് പ്രിൻറ്റിങ് ഉണ്ടാക്കിയതൊക്കെ നമുക്ക് ഫ്രാൻസിലെ, ഇറ്റലിയിൽ അല്ലെങ്കിൽ സ്പെയിനിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭോപ്പാലിലുള്ള കുറച്ച് പാർട്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ കോമൺ ഇറ. സി പറഞ്ഞാൽ കോമൺ ഇറ, പൊതുയുഗം. അപ്പം ബിഫോർ കോമൺ ഇറ ആണ് BCE. ദ ഓഥർ ഓഫ് ദി കേവ് പെയിൻറ്റിങ് വാസ് ക്രോമാഗ്നോൺ, മാൻ ഓഫ് ദ പാലിയോലിറ്റിക് പീരീഡ്. അപ്പോൾ ആരാണ് കേവ് പെയിൻറ്റിങ്ങിൻ്റെ ഓഥർ? ക്രോമാഗ്നോൺ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പാലിയോലിറ്റിക് പീരീഡിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ ഒരു പീരീഡിലാണ് ക്രോമാഗ്നോൺ എന്ന മനുഷ്യൻ കേവ് പെയിൻറ്റിങ്ങിൻ്റെ രചയിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇനി പാലിയോലിറ്റിക് പീരീഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെന്ന് വെച്ചാൽ സ്റ്റോൺ ഏജ് പീപ്പിളും കേവ് ഡ്വല്ലേഴ്സും അതുപോലെ തന്നെ ടൂൾ മേക്കേഴ്സൊക്കെ ആയിരുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ കൺവെൻഷനൽ ഇൻ വെസ്റ്റേൺ thought to be in the cultural history of humankind with the Cro-Magnon human going back 360 centuries. അപ്പോൾ എന്താണ് 360 നൂറ്റാണ്ടുകൾ പിന്നിട്ട ക്രോമാഗ്നോൺ മനുഷ്യനുമായി മനുഷ്യരാശിയുടെ സാംസ്കാരിക ചരിത്രം ആരംഭിക്കുന്നത് തന്നെ പാശ്ചാത്യ ചിന്തയുടെ പരമ്പരാഗതമായാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യരെന്ന് പറയുന്നത് ആരാണ്? ഗുഹാവാസികൾ, ഉപകരണ നിർമ്മാതാക്കൾ, ശിലായുഗക്കാരൊക്കെ ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ മനുഷ്യർ. Let us take these 360 centuries of our cultural existence then and map them onto one day of 24 hours. Let us pretend that 360 centuries can be seen as a single day in the existence of human beings. നമ്മുടെ സാംസ്കാരിക അസ്തിത്വത്തിൻ്റെ ഈ ഒരു 360 നൂറ്റാണ്ടുകൾ നമുക്ക് എടുക്കാം. എങ്ങനെയാണ്? എന്നിട്ട് ഇവയെടുത്തിട്ട് 24 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ദിവസത്തിലേക്ക് മാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 360 നൂറ്റാണ്ട് എന്ത് ചെയ്യുക? ഒരു 24 മണിക്കൂർ ഒരു ദിവസത്തേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ 360 നൂറ്റാണ്ടുകൾ മനുഷ്യൻ്റെ നിലനിൽപ്പിൽ ഒരു ദിവസമായി കാണാൻ കഴിയുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം, പ്രിറ്റൻഡ് ചെയ്യാം, ഒന്ന് നടിച്ച് നോക്കാം. അങ്ങനെ കഴിയുമോ? 360 നൂറ്റാണ്ടുകൾ ഒരു ദിവസമായി കണ്ട്
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ആശയവിനിമയത്തിൻ്റെ ചരിത്രത്തിലും പരിണാമത്തിലും ഒരു ദിവസം ലഭിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ചരിത്രത്തിലുള്ള അല്ലെങ്കിൽ ഒറിജിനിലുള്ള ഒരു ദിവസം ലഭിക്കും. ഈ ഒരു ദിവസം എങ്ങനെയുണ്ട്? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നത് വി ബിഗിൻ അവർ ഡേ അറ്റ് മിഡ് നൈറ്റ്. നമ്മുടെ ഡേ തുടങ്ങുന്നത് എപ്പോഴാണ്? മിഡ് നൈറ്റിലാണ്, 00 ഹവേഴ്സിൽ. ഓക്കെ, 12 o'clock കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്ത് തുടങ്ങുന്നത്, ഒരു ഡേ തുടങ്ങുന്നത്. ഇമാജിൻ ദ ഫസ്റ്റ് ഹ്യൂമൻ ബേബി വാസ് ബോൺ അറ്റ് മിഡ് നൈറ്റ്. ഒരു ഫസ്റ്റ് ഹ്യൂമൻ ബേബി ബോൺ ചെയ്യുന്നത് മിഡ് നൈറ്റിലാണെന്ന് കരുതുക. From the beginning, at midnight, we have language in the form of speech. അപ്പോൾ നമ്മൾ 360 വർഷത്തെ എന്ത് ചെയ്യാണ്, 360 സെഞ്ച്വറീസിനെ നമ്മളൊരു ദിവസമായി കണക്കാക്കുകയാണ്. അപ്പോൾ മിഡ് നൈറ്റിൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് സ്പീച്ച്, സംസാരിക്കാനുള്ള ഇതുണ്ട്, സ്പീച്ച് ഉണ്ട്. അതുപോലെ തന്നെ പിക്ചേഴ്സ് ഉണ്ട്. അതുപോലെ cave painting, stone age people drawn and used perhaps for magic rituals for protection and good luck during the hunt, but we do not yet have writing. നമ്മൾ ഒരു ദിവസമായിട്ട് കണക്കാക്കുമ്പോൾ നമ്മൾ മിഡ് നൈറ്റിൽ ബോൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, ലാംഗ്വേജ്, സംസാരിക്കാനുള്ള ലാംഗ്വേജ്, സ്പീച്ചുണ്ട്, പിക്ചേഴ്സ്, അതുപോലെ തന്നെ കേവ് പെയിൻറ്റിങ്സ് ഓഫ് സ്റ്റോൺ ഏജ് പീപ്പിൾ ഡ്രോൺ ആൻഡ് യൂസ്ഡ് പെർഹാപ്സ് ഫോർ മാജിക് റിച്വൽസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വരക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഗുഡ് ലക്ക് ഡ്യൂറിങ് ദ ഹണ്ട്. ഓക്കെ, വേട്ടയാടുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൊട്ടക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എഴുത്തില്ല, എഴുതാൻ അറിയില്ല. ഓക്കെ, നമ്മൾ പിക്ചർ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ദ ഒറിജിൻ ഓഫ് റൈറ്റിംഗ് ഈസ് കോമൺലി ടേക്കൺ ടു ബി അറൗണ്ട് എ മിയർ 5000 years ago. അപ്പോൾ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമേ റൈറ്റിംഗ് വന്നിട്ടുള്ളൂ. So the journey from speech to writing takes 31,000 years or 310 centuries. അപ്പം ഒന്നെങ്കിൽ 31,000 years അല്ലെങ്കിൽ 310 സെഞ്ച്വറീസ് ഈ ഒരു ഗ്യാപ്പിൽ വന്നാണ് സ്പീച്ച് തൊട്ട് റൈറ്റിംഗ് വരെ എടുക്കുന്ന ഒരു ജേണി ഉണ്ടല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കാലതാമസം വന്നിട്ടുണ്ട്. അതും സംസാരം മാത്രമുള്ളായിരുന്നു, പിന്നെ കേവ് പെയിൻറ്റിങ്സാണ് ഒക്കെ ഉണ്ടായിരുന്നത്. റൈറ്റിങ്ങിലേക്ക് എത്തുമ്പോഴും 5000 years ആയിട്ടുള്ളൂ റൈറ്റിങ്ങിൽ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 31,000 years ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഫ്രം 360 centuries ago to 50 centuries ago. In the term of our communication day of 24 hours, it takes 20 hours and 40 minutes. The first human baby is now 20 hours and 40 minutes old, and it is late evening on the first day of its life. അപ്പോൾ ഇതെന്താണ് പറയുന്നത് വെച്ചാൽ, ഈ ഒരു 360 വർഷങ്ങളെ ഒരു ദിവസമായി കണക്കാക്കിയിട്ട് നമ്മുടെ ഒരു കുട്ടി മിഡ് നൈറ്റ് കറക്റ്റ് 12 o'clock ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആ ടൈമിൽ സ്പീച്ചൊക്കെ ഉണ്ട്. ഇനി എപ്പോഴാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എഴുത്ത് തുടങ്ങിയെന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ 20 hours തൊട്ട് 40 minutes, ഒരു 8 മണി, ഓക്കെ, രാത്രി 8 മണി, ആ ടൈമിലാണ് എഴുത്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു വർഷമാണ് ഒരു ദിവസമായി, ഒരു വർഷമല്ല 360 വർഷമാണ് ഒരു ദിവസമായി കണക്കാക്കുന്നത്. അപ്പോൾ നട്ടപ്പാതിരാക്ക് ഒരു കുട്ടി ജനിച്ചെങ്കിൽ ആ കുട്ടിയുടെ 20 hours 40 minutes ആകുന്ന ആ ഒരു ടൈമിലാണ് റൈറ്റിങ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ആ ടേബിൾ നോക്കുക, അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും. ന്യൂ ഡേ 12 midnight ഒരു ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്പീക്കിംഗ് ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 AM കേവ് പെയിൻറ്റിങ്. അപ്പോൾ കാരണം വർഷങ്ങളാണ് എടുക്കുന്നത്, അല്ലാതെ നമ്മൾ കണക്കാക്കുക മണിക്കൂറല്ല കണക്കാക്കുന്നത്, വർഷങ്ങളോളമാണ് കണക്കാക്കുന്നത്. അപ്പോൾ 8 AM കേവ് പെയിൻറ്റിങ്, 12 and 6 ആ ടൈമിൽ നത്തിങ്. ഇനി 8 PM അല്ലെങ്കിൽ 20 hours 40 minutes ആ ടൈമിലാണ് സമ്മറിൻസ് റൈറ്റിംഗ് 4000 BCയിൽ റൈറ്റിംഗ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ദിവസത്തെ നമ്മൾ 360 വർഷത്തെ ഒരു ദിവസമായി കണക്കാക്കിയിട്ടുള്ള ഒരു കണക്കാണ് ഈ പറയുന്നത്. ഓക്കെ, ഇത് അഡാപ്റ്റ് ചെയ്തത് വില്യംസ് 1982 ആ ഒരു ഇതിന്നാണ് ഇത് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടേബിൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് കമ്മ്യൂണിക്കേഷൻ ടൂൾ ഡിഡ് വി ഹാവ് അറ്റ് മിഡ് നൈറ്റ് ഇൻ എ ഡേ ഇൻ അവർ കമ്മ്യൂണിക്കേഷൻ ഹിസ്റ്ററി? അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് പേജ് നമ്പർ എത്രയാണെന്ന് നോക്കട്ടെ കേട്ടോ. അതിലുണ്ട് ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു പേജ് അവസാനിക്കുമ്പോൾ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുമ്പോൾ അതിലുണ്ട് ഇതിൻ്റെ ആൻസേഴ്സ്.
പേജ് നമ്പർ 38 കേട്ടോ. അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. വാട്ട് കമ്മ്യൂണിക്കേഷൻ ടൂൾ ഡിഡ് വി ഹാവ് അറ്റ് മിഡ് നൈറ്റ് ഇൻ എ ഡേ ഇൻ അവർ കമ്മ്യൂണിക്കേഷൻ ഹിസ്റ്ററി? അതിൻ്റെ ആൻസർ പറയുന്നത് എന്താ വെച്ചാൽ വി ഹാഡ് ലാംഗ്വേജ് ഇൻ ദ ഫോം ഓഫ് സ്പീച്ച്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ത് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അറ്റ് മിഡ് നൈറ്റ് എന്ന ആ ടൈമിൽ നമുക്കുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഹിസ്റ്ററി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പീച്ച് ഉണ്ടായിരുന്നു. അതുപോലെ പിക്ചേഴ്സ്, കേവ് പെയിൻറ്റിങ്സ് ഓഫ് സ്റ്റോൺ ഏജ് പീപ്പിളുടെ കേവ് പെയിൻറ്റിങ്സ് ഡ്രോൺ ആൻഡ് യൂസ് പെർഹാപ്സ് ഫോർ മാജിക് റിച്വൽസിന് യൂസ് ചെയ്യുന്ന വരകൾ, അതുപോലെ തന്നെ സ്വന്തമായി ഹണ്ട് ചെയ്യുമ്പോൾ വേട്ടയാടുമ്പോൾ ഗുഡ് ലക്ക്, പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അതാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിന് ഹൗ ലോങ് എഗോ ഡിഡ് ഹ്യൂമൻ ബീങ്സ് ലേൺ ടു ക്യാപ്ചർ സ്പീച്ച് ആസ് റൈറ്റിംഗ്? എപ്പോഴാണ് റൈറ്റിംഗ് രംഗത്ത് വന്നത്? 5000 years എഗോയിലാണ് അല്ലേ. അതല്ല പറയുന്നത്. ആൻസർ നോക്കൂട്ടോ, ഒറ്റ മിനിറ്റ് ഞാനൊന്ന് നോക്കിക്കാട്ടെ. ദ ഒറിജിൻ ഓഫ് റൈറ്റിംഗ് ഈസ് കോമൺലി ടേക്കൺ ടു ബി അറൌണ്ട് 5000 years എഗോ. ഓക്കെ, അതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിന് ഡിഡ് ദേ ഡ്രോ പിക്ചേഴ്സ് മച്ച് ബിഫോർ ദേ ലേൺ ടു റൈറ്റ്? ഹൗ ഡു വി നോ? എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് അവർ എഴുത്ത് പഠിക്കുന്നതിന് മുന്നേ തന്നെ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നെന്ന്? നമ്മൾ പറഞ്ഞില്ലേ സ്റ്റോൺ ഏജ് പീപ്പിൾ കേവ് പെയിൻറ്റിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എഴുത്തിൻ്റെ മുന്നേ തന്നെ അവർ വരച്ചിരുന്നതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേർ ക്യാൻ യു സീ ദ കേവ് പെയിൻറ്റിങ്സ് ഓഫ് ഏർലി ഹ്യൂമൻ ബീങ്സിൻ്റെ പെയിൻറ്റിങ്സ്, കേവ് പെയിൻറ്റിങ്സ് എവിടെയൊക്കെയാണ് കാണുന്നതെന്നാണ്. ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ ആൻഡ് ഇൻ പാർട്സ് ഓഫ് ഇന്ത്യ സച്ച് ആസ് ബിംപേട്ട നിയർ ഭോപ്പാൽ. ഇനി എന്താണ് BCE, എന്താണ് CE എന്നാണ് ചോദിക്കുന്നത്. BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ ഇറ, CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പേജിൽ പറയുന്നത് നോക്കിയേ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ? ലെറ്റ് us say printing. Okay, this happened in 600 CE in China. നെക്സ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു ഗ്രേറ്റ് ലീപ്പ് എന്ന് പറയുന്നത് പ്രിൻറ്റിംഗ് ആണ്. അത് 600 CE കോമൺ ഇറ ചൈനയിൽ. ഓക്കെ, ബട്ട് ഇൻ 1453 CE ഇൻ ദ വെസ്റ്റേൺ വേൾഡ് വിത്ത് ദ ഗുട്ടൻബർഗ് ബൈബിൾ. അപ്പോൾ ചൈനയിലാണ് പ്രിൻറ്റിങ് വരുന്നത്. ഓക്കെ, അതാണ് നെക്സ്റ്റ് ഈ റൈറ്റിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ അടുത്ത പടി എന്ന് പറയുന്നത് പ്രിൻറ്റിംഗ് ആണ്. ഇനിയും അത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത അതേ ക്ലോക്ക് തന്നെ നമ്മൾ നോക്കുക. ഒരു ദിവസത്തെ 360 വർഷങ്ങളായിട്ട് കണക്കാക്കുക. അപ്പോൾ നമ്മൾ എവിടെ എത്തി? 8 o'clock അല്ലേ? 8 o'clock ആ ടൈമിലാണ് നമുക്ക് റൈറ്റിംഗ് കണ്ടുപിടിച്ച്. ഇനി 11:38 PM മിഡ് നൈറ്റിൽ ആണ് പ്രിൻറ്റിങ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ടെലഗ്രാഫ് കണ്ടുപിടിച്ചത് എപ്പോഴാണ്? 11:53 PM. ഓക്കെ, ഇൻ ദ ഇയർ 1855. അപ്പോൾ ലാസ്റ്റ് ഓരോ മിനിറ്റും വർഷങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഓർക്കുക കേട്ടോ. അല്ല, നമ്മൾ ഒരു ദിവസം 24 മണിക്കൂർ അതാകുമ്പോൾ നമുക്ക് തോന്നും അടുത്തടുത്താണ്. അങ്ങനെയല്ല, ഓരോ മിനിറ്റ് അല്ലെങ്കിൽ ഓരോ സെക്കൻഡ് എന്ന് പറയുന്നത് വർഷങ്ങളാണ്. അത് ഓർക്കുക. ഓക്കെ, ഇനി 1855 ടെലഗ്രാഫ് അപ്പിയർ ചെയ്തത്. ഓക്കെ, ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആസ് McLuhan points out a message can travel faster than the messenger. ഒരു മെസ്സഞ്ചർ പോയി വരുന്നതിനേക്കാൾ സ്പീഡിൽ ഒരു മെസ്സേജിന് ട്രാവൽ ചെയ്യാം. Okay, a message can travel faster than the messenger. Okay, and then the last 5 minutes of the day explode with a new communication technologies. We are on acceleration curve of communication invention. അപ്പോൾ അടിയിൽ തന്നത് 5 മിനിറ്റ്, ലാസ്റ്റ് 5 മിനിറ്റിൽ സംഭവിച്ചിട്ടുള്ള ഇൻവെൻഷൻസ് ഒക്കെയാണ്. അതാണ് ആ അടിയിൽ തന്നിട്ടുള്ളത്. നോക്കിയേ, 11:55 തൊട്ട് 2 സെക്കൻഡിലാണ് ടെലഫോൺ, അത് 1876. പിന്നെ കൊമേഴ്ഷ്യൽ റേഡിയോ 11:56 11:56. 11:57 സൗണ്ട് മോഷൻ പിക്ചേഴ്സ്. 11:57 ആ ഒരു ഇതിൽ തന്നെ പ്രോട്ടോടൈപ്പ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ വന്നു. 11:57 സീറോഗ്രാഫി വന്നു. 11:58 കളർ ടെലിവിഷൻ വന്നു. 11:58 32 സെക്കൻഡ് ആകുമ്പോൾ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് വന്നു. ഇതൊക്കെ വർഷങ്ങൾ വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോ സെക്കൻഡും ഓരോ വർഷം എന്നല്ല, വർഷങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയേഴ്സായിട്ട് ഇൻവെൻഷൻസ് പെട്ടെന്ന് വന്നു. ആദ്യം സ്പീച്ചും റൈറ്റിങ്ങും തമ്മിൽ തന്നെ ഒരുപാട് 3-10 century അല്ലേ ഡിഫറൻസ് വന്നു. പക്ഷേ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഇൻവെൻറ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായല്ലോ?
ഇനി പറയുന്നത് വില്യം മേക്സ് ദ പോയിന്റ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഗ്രോത്ത് ഇൻ കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജീസ് ഹാസ് ബീൻ ഇൻ അവർ ലൈഫ് ടൈംസ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ ആക്സിലറേറ്റിംഗ്. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഗ്രോത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രേറ്റസ്റ്റ് ഗ്രോത്ത് ടെക്നോളജീസ് നടക്കുന്നത് നമ്മുടെ ലൈഫ് ടൈമിലാണ് അല്ലേ, അതുപോലെ തന്നെ അതിപ്പോൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. This is in remarkable contrast to the approximately 180 lifetimes which separate the invention of writing from the invention of printing in our communication history. ഇനി ഫെഡറിക് വില്യംസ് പറയുന്ന നോക്കൂ, വാസ് റൈറ്റിംഗ് ഇൻ 1982. സോ മെനി ഓഫ് ദ ടെക്നോളജീസ് ദാറ്റ് ഹാവ് ഇവോൾവ് ഡ്യൂറിങ് യുവർ ഓൺ ലൈഫ് ടൈം ആർ നോട്ട് മെൻഷൻഡ് ബൈ. നമ്മുടെ ഈ ഫ്രെഡറിക് വില്യംസ് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഇൻവെൻഷൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പാം ടോപ്പ്, ദ ഇൻ്റർനെറ്റ് ഓർ ദ സെൽഫോൺ. അതൊന്നും ആരുടെ കാലത്തില്ല, ഫെഡറിക് വില്യംസിൻ്റെ കാലത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. His list of inventions perhaps looks old to you already. So let us do the following activity. അതിന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻസ് എന്താണ് നോക്കുകയാണെങ്കിൽ നമുക്കതൊരു പഴയതുപോലെയാണ് തോന്നുക. കാരണം നമ്മുടെ കാലത്ത് എന്തൊക്കെയാണ് ലാപ്ടോപ്പ്, പാംടോപ്പ്, ഇൻ്റർനെറ്റ് അവയൊക്കെ ആണ് പുതിയതായി കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ, അല്ലെങ്കിൽ ചെക്ക് യുവർ പ്രോഗ്രസ് നോക്കിയേ. അറേഞ്ച് ദ ഫോളോയിങ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇൻ ദെയർ ഓർഡർ ഓഫ് അപ്പിയറൻസ്. ഏതാണോ ഫസ്റ്റ് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് അന്ന് ഓർഡർ ചെയ്യാൻ. ആദ്യം ഏതാണ്? പ്രിൻറ്റഡ് ബുക്സ് ആണ്. പിന്നെ വരുന്നത് ടെലഫോണാണ്. പിന്നെയാണ് റേഡിയോ കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഫോട്ടോ കോപ്പി മെഷീൻ, പിന്നെ ടെലിവിഷൻ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു എന്താണ് ഡേറ്റ്, ഇപ്പോൾ ഈ പറഞ്ഞവയൊക്കെ കണ്ടുപിടിച്ച ഡേറ്റൊക്കെ ഒന്ന് നോക്കാനൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ സ്വയം ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കഴിഞ്ഞിട്ടില്ല, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. വൈ ഡു വി സേ ദറ്റ് ദർ ഹാസ് ബീൻ എ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ ഇൻ ദ ലാസ്റ്റ് 100 years ഓൾസോ? എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയാൻ കാരണം? ഈ ലാസ്റ്റ് 100 years ഇയേഴ്സിൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ നടന്നു എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ്? അതെന്താണ്? അണ്ടിൽ ദ ടെലഗ്രാഫ് വാസ് ഇൻവെൻറ്റഡ് ഓർ എ ഹ്യൂമൻ മെസ്സഞ്ചർ or perhaps a bird like a pigeon had to physically carry the message. So the message and the messenger were inseparable and traveled together. With the invention of the telegraph, the message went from one place to another, but the messenger did not have to go with it, carrying it. അപ്പോൾ ചുരുക്കി പറയുകയാണ്. എന്താ ആൻസർ? ഞാൻ 39 പേജിലുള്ളതാണ് വായിച്ചത്. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു മെസ്സേജ് കൊണ്ടുപോകണമെങ്കിൽ ഒരാളും അതിൽ മെസ്സേജ് കൈ പിടിച്ച് പോകാനും രണ്ടാൾ, അങ്ങനെ രണ്ടാളെന്നല്ല, ഒരു മെസ്സേജുകാരും വേണമായിരുന്നു, ആ മെസ്സേജും വേണമായിരുന്നു. പിന്നെ നമ്മൾ ടെലഗ്രാഫ് കണ്ടുപിടിച്ചപ്പോൾ എന്താണ്, മെസ്സേജിന് മാത്രം എന്ത് ചെയ്യുക, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകാൻ കഴിഞ്ഞു. അവിടെ മെസ്സഞ്ചറിൻ്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വില്യം സേസ് റൈറ്റിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് വേർ സെപ്പറേറ്റഡ് ബൈ അബൌട്ട് 180 ലൈഫ് ടൈംസ്. ഹൗ മെനി ഇയേഴ്സ് ഇൻ ഈച്ച് ലൈഫ് ടൈം on this account? How many years separate the invention of printing in the Western world and the invention of writing? Writing was invented about 5000 years ago ആണ് റൈറ്റിംഗ് കണ്ടുപിടിച്ചത്, or about 50th century ago. Okay. Printing was invented at 1453 CE in the Western world, about 5 centuries ago. So 45 centuries must correspond to 180 lifetimes. 45 divided by 180 is 0.25, which means Williams is calculating 25 years as a lifetime. ലൈഫ് ആയിട്ട് വില്യംസ് കണക്കാക്കിയത് എത്രയാണ്? 25 years ആണ്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ 4th ക്വസ്റ്റ്യൻ്റെ ആൻസറും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. അതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ച് ലോങ് ആയി പോകും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.